ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിർദല്ലാഹ് അമ്മാ ബഅദ്. AI കാലത്തെ കർമ്മശാസ്ത്രം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ ഒരു സംസാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂടുതൽ ചർച്ചകൾ നടക്കുന്നതും ഇനി നടക്കേണ്ടതുമായ ഒരു ഏരിയ ആയതുകൊണ്ട് മസ്അല എന്നതിന് ഉപരി കുറച്ച് സാധ്യതകളെ പങ്കുവയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും AI എന്ന് പറയുമ്പോൾ അത് മനുഷ്യനുമായി എങ്ങനെ സാദൃശ്യപ്പെടുന്നു, മനുഷ്യന്റെ നിയമവിലക്കുകൾ അതിന് ബാധകമാണോ, ഇസ്ലാമിലെ ഹുക്മുകൾ അതിനെങ്ങനെയാണ് ബാധകമാകുന്നത് എന്ന രീതിയിലുള്ള ചില ചിന്തകളാണ് പങ്കുവെക്കുന്നത്. പ്രധാനമായും AI പരിഗണിക്കുമ്പോൾ മനുഷ്യനിൽ നിന്ന് അത് വ്യതിരിക്തമാകുന്നത് മനുഷ്യൻ മുദ്ലികാത്തുൽ കുല്ലിയാണ്. AI ആ തലത്തിലേക്ക് വളർന്നിട്ടുണ്ടോ എന്നതാണ് അവിടെ വ്യത്യസ്തമാകുന്നത്. ചില സാഹചര്യങ്ങളെ പരിഗണിക്കുമ്പോൾ അത് ആ തലത്തിലേക്ക് വളർന്നതായും, മറ്റു ചിലതിനെ പരിഗണിക്കുമ്പോൾ ഇനിയും അതിൽ പഠനം നടക്കാനുണ്ട് എന്ന ഫലങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ AI ടൂളുകളെ അത് മുക്കല്ലഫാണോ എന്ന് ചർച്ചയിൽ മുക്കല്ലഫാവാനുള്ള മാനദണ്ഡം അതിലൊന്നാണ് മുദ്രികാത്തുൽ കുല്ലിയെ ആവുക എന്നത്. മുദ്രികാത്തുൽ കുല്ലിയെ എന്നുദ്ദേശിക്കുന്നത് ഒരു സാഹചര്യ അടിസ്ഥാനത്തിൽ സാഹചര്യത്തിനനുസരിച്ച് പ്രതികരിക്കാനും അത് പ്രവർത്തിക്കാനും ഉള്ള ഒരു പൊതുബോധത്തെയാണ് മുദ്രികാത്തുൽ കുല്ലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ജീവി അത് തന്റെ ശത്രുവിനെ കാണുകയും അത് ആ ശത്രു തന്റെ ജീവൻ അപായത്തിലാക്കുമെന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് ഭയന്നുകൊണ്ട് അത് തിരിഞ്ഞ് ഓടുക ചെയ്യും. അപ്പോൾ ഈ മുദ്രികാത്തുൽ കുല്ലി ആവലാണ് മുക്കല്ലഫാവാനുള്ള മാനദണ്ഡങ്ങളിൽ ഒന്ന്. റഷീദുമായ ഒരാൾക്ക് സാഹചര്യ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ ഉള്ള കഴിവ് അത് AI ടൂളുകൾക്ക് ഉണ്ടോ എന്നതിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നിസാം പറഞ്ഞ പോലെ തന്നെ ഈ ഇസ്ലാമിലെ നിയമങ്ങൾ അതല്ലെങ്കിൽ കർമ്മശാസ്ത്ര വിധികൾ ആർക്കാണ് ബാധിക്കുന്നതെന്ന് പരിശോധിക്കുമ്പോൾ അത് മുക്കല്ലഫായ മുസ്ലിംകൾക്കാണ് യഥാർത്ഥത്തിൽ കർമ്മശാസ്ത്ര വിധികൾ ബാധകമാകുന്നത്. ആ തലത്തിൽ തന്നെ ഒരു പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ തന്നെ AIയെ മാറ്റി നിർത്താൻ കഴിയുമെങ്കിലും അതിൻ്റെ ഉന്നത തലങ്ങളിലേക്ക്, സങ്കീർണമായ തലങ്ങളിലേക്ക് പരിശോധിക്കുമ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് ന്യൂറോ ചിപ്പ്, അതുപോലെ
സങ്കീർണമായ ചർച്ചയിലേക്ക് പോകുമ്പോഴാണ് ഇതിന്റെ ഒരു വ്യാപ്തിയും ഇതിന്റെ ആവശ്യകതയും നാം മനസ്സിലാക്കപ്പെടുന്നത്. ബാഹികമായിട്ട് നാം കർമ്മശാസ്ത്രത്തെ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ മയ്യത്തിന്റെ പരിചരണത്തിൽ, മയ്യത്തിനെ പരിപാലിക്കുന്നതിൽ AI-യുടെ ഒരു സാധ്യത പറയാറുണ്ട്. അഥവാ മയ്യത്തിനെ കുളിപ്പിക്കാൻ AI-യെ ഉപയോഗിക്കാമോ എന്നൊരു ചോദ്യം. അവിടെ കർമ്മശാസ്ത്ര വിധി അനുസരിച്ച് കാഫിറായ ആള് പോലും മയ്യത്തിനെ കുളിപ്പിക്കാൻ പറ്റില്ല എന്നൊരു സാധ്യത പരിഗണിച്ചുകൊണ്ട് AI കുളിപ്പിച്ച അത് സഹിഹാകൂല എന്നൊരു നിഗമനം നമുക്ക് ഊഹിക്കാൻ കഴിയും. എന്നാൽ നേരെ മറിച്ച് AI-യുടെ സാധ്യത നാം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ മറ്റ് ധാരാളം ഉപയോഗങ്ങളും ഉപകാരങ്ങളും നമുക്ക് അതിൽ നിന്ന് സ്വായത്തമാക്കാനാകും. ഉദാഹരണത്തിന് ഈ ഖബർ കുഴിക്കുക, അതുപോലെയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നാം AI-യിൽ നിന്ന് സ്വീകരിച്ചാലും പ്രശ്നമില്ല എന്ന രൂപത്തിലാണ് നാം അതിനെ ഉപസംഹരിക്കുന്നത്. അറിവ് നടത്തുന്ന വിഷയത്തിൽ AI-യെ റോബോട്ടിനെ ഉപയോഗിക്കാമോ എന്ന വിഷയത്തിൽ ഇവിടെ വക്കീല് അഥവാ മധ്യവർത്തിക്ക് ഉണ്ടാവേണ്ട മാനദണ്ഡങ്ങളാണ് പരിശോധിക്കുന്നത്. അതായത് വക്കീലിനെ അഥവാ മധ്യവർത്തിയെ പകരമാക്കിക്കൊണ്ട് ഏൽപ്പിക്കാൻ പറ്റിയ ചില കർമ്മങ്ങൾ ഉണ്ട്. ചെറിയ കുട്ടികളെയും അതുപോലെ തന്നെ ബാലികാവാത്ത റഷീദാവാത്ത ആൾക്കാരെയും ഈ വക്കീലിനെ പകരമാക്കിക്കൊണ്ട് ഏൽപ്പിക്കാൻ പറ്റുന്ന ചില കർമ്മങ്ങൾ. ഉദാഹരണത്തിന് സക്കാത്ത് അത് മുഅയ്യനായ ആളുകളിലേക്കാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വക്കീലിനെ പകരമാക്കുകയും ചെറിയ കുട്ടിയെയോ അതുപോലെ തന്നെ ബാലികാവാത്ത ആൾക്കാരെയോ ഏൽപ്പിക്കാൻ പറ്റും എന്നതിൽ ഒരു അഭിപ്രായമുണ്ട്. അപ്പോ ഈ അറിവിന്റെ വിഷയത്തിലും ഈ ഒരു കാര്യമാണ് ബാധകമാകുന്നത്. ഇതിന്റെ മറ്റ് തലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോ റോബോട്ട് ഇമാമ് എന്നൊരു സാധ്യത കണക്കിലെടുക്കുമ്പോ അവിടെ അതിന്റെ പ്രാഥമികമായിട്ട് മുന്നു പറഞ്ഞ മുസ്ലിം ആയിരിക്കുക അതല്ലെങ്കിൽ മനുഷ്യനായിരിക്കുക എന്നൊരു തലത്തിൽ തന്നെ നമുക്ക് അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റും. മറ്റൊരു സാധ്യത AI മുഫ്തി പ്രാക്ടിക്കൽ ആണോ അതല്ലെങ്കിൽ അത് സ്വീകാര്യമായതാണോ എന്നതാണ് ചർച്ച. ഇപ്പോ ഇറാന് പോലെയുള്ള രാജ്യങ്ങളില് AI മുഫ്തിയുടെ ഒരു സാധ്യത ഉണ്ട് എന്ന് ഇന്റർനെറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോ അതിന്റെ കേസിൽ നാം പരിഗണിക്കുകയാണെങ്കിൽ ഇപ്പോ ഷാഫി മദ്ഹബിലെ പൂർണ്ണമായ നഖല് ചെയ്യുന്ന കിതാബുകൾ ഇംലാ അതുപോലെയുള്ള പ്രധാന കിതാബുകളും ഒരു AI-യില് അതുപോലെ തന്നെ ഇൻപുട്ട് ചെയ്ത് അതിനെ ഒരു AI മുഫ്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ആ തലത്തിൽ നാം ചർച്ച ചെയ്യുമ്പോൾ ഒരു മുഫ്തിക്ക് ഉണ്ടാവേണ്ട യോഗ്യതകള്, അയാളുടെ അനുഭവജ്ഞാനവും സാഹചര്യാടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവും എല്ലാം പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധ്യത അത്ര കണ്ട് സ്വീകാര്യമല്ല എന്ന് തന്നെ വേണം പറയാൻ.
അപ്പോ AI മുഫ്തി എന്നതിന് പകരം AI ബാഹിസ് അല്ലെ ചർച്ച ചെയ്യാൻ ഒരു ടൂളായിട്ട് ഇതിനെ ഉപയോഗിക്കാന്നുള്ളതാണ്. അപ്പൊ മെയിനായിട്ട് AI-യുടെ പോരായ്മയാണ് ഇവിടെ മുഖവിലക്ക് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്രത്തിലെ വിധികൾ AI-ക്ക് എങ്ങനെ ബാധകമാകും എന്നതിൽ നാം പ്രാഥമികമായിട്ടുള്ള ഒരു കർമ്മശാസ്ത്രത്തിന്റെ മാനദണ്ഡങ്ങളെ തന്നെയാണ് മുറുകെ പിടിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.